ഇന്നത്തെ പ്രശ്നം എന്താ? പല ചെറുപ്പക്കാരും പോർണോഗ്രഫിക്ക് അഡിക്റ്റ് ആണ്. റിയൽ ലൈഫിൽ ഇവൻ ടോട്ടലി ഫെയിലിയർ ആണ്. വിഷ്വൽ കാണുക, കേൾക്കുക, അനുഭവിക്കുന്നില്ല. എന്നെ വിളിക്കുന്നതിൽ 90% ആളുകളും കണ്ടാസ്വാദനമല്ലാതെ റിയൽ ലൈഫിൽ യാതൊരു എനർജി ഇല്ല. സെക്സ് എന്ന് പറയുന്നത് സീക്രട്ട് എനർജി എക്സ്ചേഞ്ച് എന്നാണ്. എനർജി എന്ന് പറയുന്നത് 3 ഫോമുല: അറ്റൻഷൻ, ഇന്റൻഷൻ, വിഷ്വലൈസേഷൻ, ബ്രീത്തിങ്. ഈ 4 കാര്യങ്ങൾ നടന്നാൽ മാത്രമേ എനർജി എക്സ്ചേഞ്ച് നടക്കുകയുള്ളൂ. ഈ മൊബൈലിൽ കണ്ടിട്ടുള്ള കാഴ്ചപ്പാടുകൾ വെച്ചിട്ട് ആ വിഷ്വൽസ് വെച്ചിട്ട് ആ തോട്ടിലേക്ക് ഭാര്യയെ കൊണ്ടുവരാൻ ശ്രമിച്ച കാര്യം കേട്ടോ. ഇത് മിഷൻ അല്ലല്ലോ, ഇതൊരു പച്ച മനുഷ്യനല്ലേ. ഇതിന് പരിഹാരമുണ്ട്. ലാവ് ഓഫ് കോൺഷ്യസ്നസ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണെന്നുള്ളത് നമ്മൾ 2 എപ്പിസോഡുകളായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കമൻസും അഭിപ്രായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫിയർ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. എന്നാൽ സ്ത്രീയുടെ വിഷയം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ലാവ് ഓഫ് കോൺഷ്യസ് എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടില്ല. എന്താണ് സാറിന് പറയാനുള്ളത്? ഈ സെക്ഷുവാലിറ്റിയിൽ ഉള്ള അസംതൃപ്തിയാണ് സ്ത്രീകളുടെ 99% ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം. ഉദാഹരണത്തിന്, അമിതമായിട്ട് തലവേദനയുള്ള സ്ത്രീകൾ, അവർക്ക് സെക്ഷൽ സംതൃപ്തി കിട്ടാത്തത് കൊണ്ടാണ് ആ തരത്തിൽ ബോഡി റിയാക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അമിതമായ ശരീരവേദന, അതേപോലെ തന്നെ ഏകാന്തത അനുഭവിക്കുക, ഒറ്റപ്പെടൽ അനുഭവിക്കുക, ജീവിതത്തോട് തന്നെ താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് ഇതുകൊണ്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഈ പെൽവിക് ഏരിയയിൽ വല്ലാത്ത ഒരു സ്റ്റിഫ്നെസ് അവർക്ക് ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ഇമോഷനുകളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ 3 പാർട്ടുകളിലായിട്ടാണ്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട നേവൽ ഏരിയയിലാണ് പ്രധാനമായിട്ടും ഈ എനർജി, ഈ ആളുകൾ ബ്രീത്തിങ്ങിനോടൊപ്പം അകത്തേക്ക് എടുക്കുന്ന ഇമോഷനുകളെല്ലാം തന്നെ സ്റ്റോർ ചെയ്യപ്പെടുന്നത് അവരുടെ കിഡ്നി ഏരിയയിലാണ്. അപ്പോൾ കിഡ്നി ഏരിയയിൽ സ്റ്റോർ ചെയ്യുന്ന ഈ അവരുടെ തോട്ടുകളെല്ലാം അതിങ്ങനെ ട്രിഗർ ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. അതവരെ വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലേക്കും മാനസികാവസ്ഥയിലേക്കും പോകും. ഇപ്പോൾ ഏകദേശം ഒരു 30 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾ തന്നെ ജീവിതത്തോട് തന്നെ ഒരു വിരക്തി തോന്നുക. ലൈഫ് ഇനി എന്ത്? യഥാർത്ഥത്തിൽ ലൈഫ് അവരെ അറിയുന്നില്ല എന്നുള്ളതാണ്. അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പ്രശ്നം. എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഈ പ്രധാനമായിട്ടും ഈ പെൽവിക് ഏരിയയിലെ അവരുടെ അതിൻ്റെ ആ പിരിമുറുക്കം ഒന്ന് കുറച്ചാൽ തന്നെ അവർക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയുമെന്നുള്ളത്. ഇത് നമ്മളിപ്പം ഈ ഒരു മനസ്സിൻ്റെ കാര്യങ്ങൾ യൂഷ്വലി ഒരു 10 വർഷം മുമ്പ് വരെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു സൈക്കാട്രി അല്ലെങ്കിൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇത് എങ്ങനെ ഒരു ലാവ് ഓഫ് കോൺഷ്യസ് അല്ലെങ്കിൽ ഒരു ഹീലിംഗ് മെത്തേഡ് കൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റുമെന്ന് കൂടെ പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്ന ഒരു മേഖല നമ്മൾ തന്നെ വിചാരിക്കുന്നത്, മനുഷ്യൻ്റെ തലം എന്ന് പറയുന്നത് മനസ്സ്, ആത്മാവ്, അതേപോലെ തന്നെ ശരീരം എന്നാണ് നമ്മൾ പണ്ട് മുതലേ പഠിച്ചതാണ്. എന്നാൽ ഒന്ന് കറക്റ്റ് ആയാൽ മാത്രമേ മറ്റൊന്ന് കറക്റ്റ് ആവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസനം പാതി ആസനം പാതി. നമ്മുടെ ശരീരം പാതി, നമ്മുടെ ഭക്ഷണം പാതി. നമ്മുടെ ശരീരത്തെ നമ്മൾ എത്ര ശരിയാക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഭക്ഷണ രീതി മാറണം എന്ന് പറയുന്നത് പോലെ, നമ്മുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് അത് ഈ പറയുന്ന സൈക്കാട്രി മരുന്ന് കൊണ്ടോ, സൈക്കാട്രിയുടെ ഒരു കൗൺസിലിംഗ് കൊണ്ടോ, ഒരു ഹിപ്നോസ് കൊണ്ടോ, ഒരു ദിവസം കൊണ്ടോ, ഒരു മണിക്കൂർ കൊണ്ടോ മാറ്റാൻ കഴിയുന്നതല്ല. അത് ഈ കാലങ്ങളായിട്ട് അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുള്ളിലേക്ക് എടുക്കുന്ന തോട്ടുകളെല്ലാം അവരിങ്ങനെ അവരുടെ ബോഡിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ബോഡിയിൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ അവരെ പുറത്ത് കിടക്കാൻ കഴിയൂ. ഇവിടെ പെരിഫറലായിട്ട് പുറമേയുള്ള ലേപനം തേക്കുന്ന പണിയാണ് ഇന്ന് ഇപ്പോൾ ഉള്ള ഡോക്ടേഴ്സ് ആയാലും എല്ലാവരും എന്തിനും ഏതിനും മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ്. മരുന്ന് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡീ ഞരമ്പുകളെ തന്നെ സ്തംഭനാവസ്ഥയിലാക്കുക എന്നുള്ളതാണ്, ഉറക്കുക എന്നുള്ളതാണ്. നമ്മൾ ഉറങ്ങിയത് കൊണ്ട് നമ്മൾ എപ്പോഴും ഉണർവാണ് എല്ലാവർക്കും ആവശ്യം, ഊർജ്ജമാണ് ആവശ്യം. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയണം. നമ്മുടെ നാഡീഞരമ്പുകളിലൂടെ, രക്തക്കൊഴലുകളിലൂടെ എനർജി പ്രവഹിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഓണാകാൻ കഴിയൂ. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള പണികളാണ് ഇന്ന് ഞാൻ ഈ പറയുന്ന എല്ലാ മേഖലകളും ഇന്നിപ്പോൾ ഉള്ള ആരോഗ്യ മേഖലയിലെ, സൈക്കാട്രി മേഖലയിലുള്ള ഡോക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ എന്തിനും ഏതിനും ഇപ്പോൾ ആളുകൾ ഈ പറയുന്ന മാനസികാരോഗ്യത്തിൻ്റെ മരുന്നുകളും അതേപോലെ തന്നെ സ്ലീപ്പിംഗ് പിൽസ് എല്ലാം തന്നെ കഴിച്ചിട്ട് ആളുകൾ ഒരു ഉന്മാദാവസ്ഥയിൽ, ആളുകൾ ഒരു മയക്കാവസ്ഥയിൽ ജീവിക്കുകയാണ്. ഈ ലൈംഗിക സംതൃപ്തിയാണ് സ്ത്രീകളുടെ മോസ്റ്റ് ഓഫ് ദി പ്രോബ്ലംസിന്റെ കാര്യം എന്ന് സാറ് പറഞ്ഞല്ലോ.
അതൊരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ അതിനൊരു ചോയ്സ് ഇല്ലാത്ത സ്ത്രീക്ക്, അല്ലെങ്കിൽ ഈ സെക്ഷൽ സാറ്റിസ്ഫാക്ഷന് ഒരു പോസിബിലിറ്റി ഇല്ലാത്തൊരു സ്ത്രീക്ക് ലാവോ കോൺഷ്യസ് എന്താണ് സജസ്റ്റ് ചെയ്യുക? നമ്മുടെ ധാരണ എന്ന് പറയുന്നത് ഈ ഓർഗാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട സ്ത്രീകളുടെ വെജീന ലൂസായാൽ ഫേസ് ലൂസായെന്നാണ്. പലർക്കും ഇതറിയില്ല. സെക്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ ഇത് ലജ്ജയാണ്, സെക്സ് എന്ന് പറയുന്നത് മോശമാണ്, സെക്സ് പാപമാണെന്ന് നമ്മുടെ ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വെജീനൽ പാർട്ട്, അതായത് നമ്മുടെ ഈ പറയുന്ന പെൽവിക് പാർട്ടിലെ ലൂസ് ചെയ്യാൻ നമ്മൾ അതിനുള്ള എക്സസൈസ് ചെയ്താൽ തന്നെ അവിടെ ഫ്രീ ആയാൽ തന്നെ നമ്മുടെ ബോഡിയിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും. ബോഡിയിൽ മാറുന്നതനുസരിച്ച് നമ്മുടെ മൈൻഡ് മാറുന്നതനുസരിച്ച് നമ്മുടെ സോൾ മാറും. ഇതിൻ്റെ ഞാൻ പറഞ്ഞ സെക്ഷൽ അസംതൃപ്തി എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓരോ കാഴ്ചപ്പാടുകൾ, സെക്സിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ഇങ്ങനെ മനസ്സിലേക്ക് കഴിഞ്ഞ അനുഭവങ്ങൾ, ജീവിതത്തിലുണ്ടായിട്ടുള്ള തിക്ത അനുഭവങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ പ്രത്യേകിച്ച് സ്ത്രീകൾ ഒരു ഇമോഷണൽ ബീയിങ് ആണ്. പ്രത്യേകിച്ച് അവർ ഇമോഷണൽ വൈകാരികത തലം പുരുഷന്മാരെക്കാൾ കൂടുതലാണ്. കാരണം അവരെല്ലാം ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ ആ വൈകാരികതയിൽ നിന്നും ആക്ഷൻ ഓറിയൻറ്റഡായി പുറമേ അവർ വർക്കൗട്ട് ചെയ്യണം. എന്താണ്, അകത്തിട്ട് പണിയാതെ പുറത്ത് അവർക്ക് അവരുടെ ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിയാൽ തന്നെ അതിൽ നിന്നും അവർക്ക് റിക്കവർ ആവാൻ കഴിയുമെന്നുള്ളത് ഈ ലാവോ കോൺഷ്യസ്നെസ്സിൻ്റെ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ റിക്കവർ ചെയ്യാൻ കഴിയും. ഒത്തിരി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പൊതുവെ കണ്ടിട്ടുള്ള സ്ത്രീകളിൽ മജോറിറ്റി ഓഫ് ആൾക്കാർ പറയുന്ന ഒരു വിഷയം എന്താണ്? അതിപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ ഏകാന്തതയുടെ കാര്യമാണെങ്കിലും ആങ്സൈറ്റിയുടെ കാര്യമാണെങ്കിലും സ്ത്രീകളിൽ പൊതുവെ അത് പറയപ്പെടാറുണ്ട്. ഇതിൻ്റെ മൂല കാരണം എന്തായിട്ടാണ് തോന്നുന്നത്? ഇപ്പോൾ ജുബിൻ പറഞ്ഞ ഒരു വിഷയമുണ്ട്. ഇന്നിപ്പോൾ പണ്ട് കാലത്ത് ഒരു ജില്ലയിൽ ഒരു ഫാമിലി കോർട്ട് ഉണ്ടെങ്കിൽ ഇന്ന് ഒരു താലൂക്കിൽ ഒരു ഫാമിലി കോർട്ട് വരത്തക്ക രീതിയിൽ ആളുകളുടെ വൈവാഹിക ബന്ധത്തിലുള്ള തകരാറുകൾ വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. എന്ന് പറഞ്ഞാൽ ഇത് അഡ്രസ്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ സ്ത്രീകൾ സാക്രിഫൈസ് ചെയ്യുമായിരുന്നു. ഏതാണ്? കുടുംബജീവിതമാണ്, മക്കളാണ്. ഇന്ന് അങ്ങനെ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല. എനർജി ഷിഫ്റ്റ് നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളെല്ലാം തന്നെ പണ്ടുള്ള കാലത്ത് സ്ത്രീ ഒരു 4 ചുവരുകൾക്കുള്ളിൽ വീട്ടിൽ അടയ്ക്കപ്പെട്ട, വീട്ടിലെ പാചകവും വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീ ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും അവർ ഇറങ്ങി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ചിന്താഗതി മാറി, അവരുടെ അവരുടെ എനർജി ലെവൽ മാറി. അവരിപ്പോൾ ഇമോഷണലല്ല, വൈകാരികത മാത്രമല്ല, അവരിപ്പോൾ എല്ലാ കാര്യത്തിലും അവർക്ക് തനിക്ക് തൻ്റേതായ രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും, ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരെ മാസ്കുലിനിറ്റിയിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ പുരുഷൻ്റെ സ്ഥിതി എന്താ? അവർക്ക് വേണ്ടത് ഹീലിംഗാണ്. പുരുഷന്മാർ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് പുരുഷന്മാർ ആഗ്രഹിക്കുന്നത് ശാന്തതയാണ്, റിലാക്സേഷനാണ്, ഹീലിംഗ് ആണ്, സ്നേഹമാണ്, കരുതലാണ്. പുരുഷനിൽ ആ ചേഞ്ചസ് വരുന്നു. ഈ ഒരു ഷിഫ്റ്റിംഗ് വേൾഡ് വൈഡ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണ്ട് കാലത്ത് സ്ത്രീകളുടെ കയ്യിൽ പണം വരാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു. ഇന്ന് സ്ത്രീകൾ സ്വന്തമായി ഏൺ ചെയ്യുന്നു. സ്വന്തമായി അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ അവരുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്യുവാനും തീരുമാനിക്കുവാനുള്ള ഒരു റൈറ്റ് കൂടി അവർ ഉപയോഗിക്കപ്പെടുന്നു. എന്നാൽ അതിൻ്റെ ഭാഗമായി സ്ത്രീ അങ്ങനെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുവെങ്കിലും അവർ സന്തോഷവതികളല്ല. സ്ത്രീകളുടെ ഒരു സൊസൈറ്റിയിലേക്കുള്ള വരവ് മാറിയിട്ടുണ്ടല്ലോ, കൂടിയിട്ടുണ്ട്. അവർ എല്ലാ മേഖലകളിലും പണിയെടുക്കുന്നു. അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സ്ത്രീക്ക് ഈ പറയുന്ന ഈ വിഷയങ്ങളെല്ലാം തൻ്റെ ഉള്ളിലാണ്, അല്ല മനസ്സിൻ്റെ ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവർക്കില്ലേ? ഞാനീ പറഞ്ഞല്ലോ, നമ്മുടെ കാഴ്ചപ്പാടാണ് സ്ത്രീ പുരുഷൻ എന്നുള്ളത്. ഇത് എനർജി ബേസിക് കാണണം. പുരുഷനാണെങ്കിലും ഫെമിനൈൻ ഹോർമോൺസ് കൂടുതലാണെങ്കിൽ അവർ ആ ഫെമിനൈൻ്റേതായ ക്യാരക്ടർ, ആ ഫെമിനൈൻ്റേതായ സ്വാഭാവികത അവർ കാണിക്കും. സ്ത്രീ ആണെങ്കിലും മാസ്കുലിനായിട്ടുള്ള ഒരു സ്വാഭാവികമായ ഊർജം, അവരുടെ ആ ഹോർമോൺസിൽ ആ വ്യതിയാനം ഉണ്ടെങ്കിൽ അവർ അതിൻ്റേതായ ഒരു ഡോമിനൻ്റ് കാണിക്കും. എന്നാൽ ഇത് ബാലൻസ് ആകുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുന്നത്. പലർക്കും അറിയില്ല,
ഇപ്പോൾ 100% ആക്ഷൻ ആണെങ്കിൽ ഫെയിലിയർ ആണ്, 100% ക്രിയേഷൻ ആണെങ്കിലും ഫെയിലിയർ ആണ്. ക്രിയേഷൻ 50% ക്രിയേഷനും 50% ആക്ഷനും ആയാൽ മാത്രമേ ബാലൻസ്ഡ് ആവുള്ളൂ. പല ആളുകളും ഇപ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം, സ്ത്രീകൾ അവർ വളരെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്നു. പണ്ട് കാലത്ത് അവർ ഇന്നലെ ചിന്തിച്ച ചിന്തകൾ തന്നെ, മിനിഞ്ഞാന്ന് ചിന്തിച്ച ചിന്തകൾ തന്നെ, കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിച്ച ചിന്തകൾ ഓർത്ത് ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സ്ത്രീകളെ അല്ല ഇന്ന് കാണുന്നത്. ഇന്ന് അവർക്ക് എന്ത് ചെയ്യാം എന്നാണ് അവർ ചിന്തിക്കുന്നത്. സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ഒരു സ്പേസ് ഉണ്ട്, അതേപോലെ തന്നെ സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അവർക്കത് ഡിസൈൻ ചെയ്യാം, അവർക്കത് സെലക്ട് ചെയ്യാം, നമ്മുടെ മുന്നിൽ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അവകാശമുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ടിലേക്ക് അവർ വരുന്നില്ല എന്നുള്ളതാണ്. എന്താണ് അവർക്ക് അറിയുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം, എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട്. ഇതായിടത്തെങ്കിലും ഓപ്പണായിട്ട് പറയാൻ കഴിയുമോ? ഞാൻ വല്ലാതെ ഡിപ്രസ്ഡ് ആണ്, ഞാൻ വല്ലാതെ കരുതൽ ആഗ്രഹിക്കുന്നു, സ്നേഹം ആഗ്രഹിക്കുന്നു, സന്തോഷം ആഗ്രഹിക്കുന്നു, ആനന്ദം ആഗ്രഹിക്കുന്നു. എല്ലാം ഇതൊക്കെ ഉള്ളിലൊതുക്കപ്പെട്ട് ഇത് എവിടെ കിട്ടും, ഇതിനൊരു പരിഹാരം എന്താണെന്ന് തേടാതെ ആ പ്രശ്നത്തിൽ തന്നെ ഇങ്ങനെ അകത്തിട്ട് ഇവരിങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലാവ് ഓഫ് കോൺഷ്യസ്നസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളുടെ പെൽവിക് ഏരിയയിലേക്ക് നിങ്ങൾ അതിനെ മൂവ്മെന്റ് ചെയ്യുന്ന ആക്ഷൻ, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഫിസിക്കലി നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ, ആ പെൽവിക് ഏരിയയിൽ റിലാക്സ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ശരീരത്തിലാകെ തന്നെ അത് മാറ്റപ്പെടും. നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോൺസ് ചേഞ്ച് ആവും. നിങ്ങൾക്ക് ആനന്ദത്തിലേക്ക് പോകാൻ കഴിയും, സന്തോഷത്തിലേക്ക് പോകാൻ കഴിയും. നിങ്ങളുടെ തലവേദന മാറും, നിങ്ങളുടെ തളർച്ച മാറും, നിങ്ങളുടെ ശാരീരിക വേദന മാറും. നിങ്ങളുടെ ശാരീരിക വേദനയും നിങ്ങളുടെ പ്രയാസങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ സംതൃപ്തിയിൽ നിന്നാണ്. ഈ റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ ജോലി, നീ ഓഫീസിൽ പോയാൽ അത് റെസ്പോൺസിബിലിറ്റികളുടെ ഒരു കൂട്ടം തന്നെ ഇവരുടെ കയ്യിലുണ്ട്. ഇതിനോടൊപ്പം തന്നെയാണ് ഒരു 20 മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ വേണമെന്ന് പങ്കാളിയോടോ പാർട്ട്ണറോടോ ഒക്കെ പറയുമ്പോൾ അവരതെല്ലോ ചെയ്യാണ്ടിരിക്കുന്ന. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടില്ലേ സെക്ഷൽ ഡിസാറ്റിസ്ഫാക്ഷനും ഇമോഷണൽ ഡിസാറ്റിസ്ഫാക്ഷനും, ഇതെല്ലാം കൂടി ലാവ് ഓഫ് കോൺഷ്യസിന് കൈകാര്യം ചെയ്യാൻ പറ്റുമോ? ഈ പറഞ്ഞ അനുപമ ഇപ്പോൾ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം ഒരു ചെറിയൊരു വിഷയമല്ല. ഇന്ന് ഈ സമൂഹം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. അവർക്കെല്ലാം ഉണ്ട്, എന്നാൽ ആനന്ദത്തിലേക്ക് പോകാൻ കഴിയുന്നു, സന്തോഷത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യൻ്റെ പർപ്പസ് എന്താ? കുറേ ഏൺ ചെയ്യുന്നതാണോ? അല്ല. അവരുടെ ജീവിതം വളരെ ആനന്ദകരമാക്കുക, ആസ്വാദ്യകരമാക്കുക, അനുഭവിക്കുക എന്നുള്ളത്. ആ അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നില്ല. ഒരു മനുഷ്യന് എത്ര ലൈഫാണ് ഉള്ളത്? 3 ലൈഫാണ്. ഒന്ന്, നമുക്ക് ഇപ്പോൾ അനുപമയുടേതായ ഒരു പബ്ലിക് ലൈഫുണ്ട്. ഈ ഓഫീസ്, ഈ സംവിധാനം, ഇതാണ് അനുപമയുടെ പബ്ലിക് ലൈഫ്. അനുപമ നേരത്തെ പറഞ്ഞ് അവിടെ ഒത്തിരി ടെൻഷനുണ്ട്, പലതരത്തിലുള്ള വർക്ക് ലോഡുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. എന്നാൽ ആ പബ്ലിക് ലൈഫിൽ ഉള്ള കാര്യങ്ങൾ അനുപമ ഏതെങ്കിലും കാര്യങ്ങൾ പ്രൈവറ്റ് ലൈഫിൽ പറയുമോ? പ്രൈവറ്റ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് അനുപമയും അനുപമയുടെ ഹസ്ബൻഡും മാത്രമുള്ള, അല്ലെങ്കിൽ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള നമ്മുടെ പ്രൈവറ്റ് ലൈഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്യത്തില്ല. എന്നാൽ പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഹസ്ബൻഡും വൈഫും ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആരെങ്കിലും ചെന്ന് പബ്ലിക് ലൈഫിൽ പറയുമോ? പറയില്ല. അത് പ്രൈവറ്റ് ലൈഫ് മാത്രമാണ്. അതേപോലെ തന്നെ നമുക്കൊരു സീക്രട്ട് ലൈഫുണ്ട്. നമ്മുടെ ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്കൊരു മെച്യൂർഡ് ആവുന്നൊരു പ്രായം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ ക്രിയേറ്റിവിറ്റി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ വിഷ്വലൈസ് ചെയ്യും. അപ്പം നമുക്ക് അപാരമായ വിൽ പവർ വരും. ആ സമയത്ത് നമുക്ക് ഇച്ഛാശക്തി വരും, ധൈര്യം വരും. ഏത് സമയത്ത്? നമ്മൾ മെച്യൂർഡ് ആവുന്ന ഒരു 13 വയസ്സ്, ഒരു 14 വയസ്സൊക്കെ. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു പാഷൻ, ഒരു താല്പര്യം, ഇഷ്ടം, അനിഷ്ടങ്ങൾ രൂപപ്പെടും. ആ ഇഷ്ടങ്ങളാണ് നമുക്ക് സന്തോഷം തരുന്നത്. പലരും ആ സീക്രട്ട് ലൈഫ് എന്താണ്, അത് സീക്രട്ട് ലൈഫ് ഒരാൾ പോലും പ്രൈവറ്റ് ലൈഫിൽ ഹസ്ബൻഡിനോട് പറയാറില്ല, എനിക്ക് ഇന്നതാണ് ഇഷ്ടം. ഞാൻ സാധാരണ ട്രെയിനിങ്ങുകളിലൊക്കെ പറയുന്ന പോലെ ഒരു വീട്ടിൽ ഒരു മീൻ വാങ്ങിച്ചാൽ അതിൻ്റെ തല സാധാരണ സ്ത്രീകളാണ് കഴിക്കുന്നത്. ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും ഗുണമുള്ള ഭാഗം ഭർത്താവ് വെക്കും. എന്നാൽ ഭർത്താവിന് ഇഷ്ടം തലയാണ്. അത് ഭാര്യ അറിയുന്നില്ല, ഭാര്യന് ഇഷ്ടപ്പെട്ടാൻ അറിയുന്നില്ല. ഞാനീ പറഞ്ഞത് ഇത് സീക്രട്ട് ലൈഫിലുള്ള കാര്യങ്ങൾ പ്രൈവറ്റ് ലൈഫിലും
പ്രൈവറ്റ് ലൈഫിലുള്ള കാര്യങ്ങൾ പബ്ലിക് ലൈഫിൽ ഒരാളും പറയാറില്ല. എന്നാൽ ആ സീക്രട്ട് ലൈഫിലേക്ക് നമ്മൾ കണക്റ്റ് ചെയ്യുമ്പോഴാണ് ആത്യന്തികമായി നമുക്ക് ആനന്ദം ലഭിക്കുന്നത്. ആത്യന്തികമായി നമുക്ക് സന്തോഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സീക്രട്ട് ലൈഫ് എന്താണ്, നമ്മുടെ ഇഷ്ടം എന്താണ് എന്ന് നമ്മളെങ്കിലും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യണം. അതില്ലെങ്കിൽ ഈ ലൈഫ് തന്നെ ബോറിംഗ് ആവും. ഇപ്പം ഒരു മോട്ടിവേഷണൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു പഠനം, ഒരു ട്യൂഷൻ, ഇതൊക്കെ അതിന് സമയമുണ്ടല്ലോ. ഇത് സമയം കഴിഞ്ഞ് കൂടിപ്പോയ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എനർജൈസ് ചെയ്ത സാധനം പോകും. ഈ പറഞ്ഞ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ക്യാമ്പയിന് പങ്കെടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് നിലനിർത്താൻ പറ്റും? ലാഭ കോൺഷ്യസിന് ഒരു ക്ലാസ് പങ്കെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇപ്പോൾ ജോബിൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ നോളജ് നമുക്ക് കിട്ടുന്നുണ്ട്. എവിടുന്നൊക്കെയാണ് കിട്ടുന്നത്? ലേണിംഗ് നമ്മളിൽ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ആദ്യം ആ അക്ഷരങ്ങൾ പഠിക്കും. A4 ആദ്യം ABCD പഠിക്കും. അത് കഴിഞ്ഞ് ആ അക്ഷരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു വാക്കാക്കും, വാക്കിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സെൻറ്റൻസ് ആക്കും, സെൻറ്റൻസിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് ആക്കും. ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം. എന്നാൽ കോവളം കടപ്പുറത്ത് കപ്പലിട്ട് വിൽക്കുന്നവൻ A4 ABCD പഠിക്കുന്നില്ല, സെൻറ്റൻസ് ആക്കുന്നില്ല, വാക്കുകൾ ഉണ്ടാക്കുന്നില്ല, ഒന്നുമില്ല. അവൻ്റെ വയറ്റുപിഴപ്പിന് വേണ്ടി അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എന്താണ്? അവൻ ഫോറിനേഴ്സ് വരുമ്പോൾ അവരോട് കൺവേ ചെയ്യുന്നു. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കൺവേ ദ മെസ്സേജ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൺവേ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഇവിടെ നടക്കുന്ന ജൂൻ ചോദിച്ചതിൻ്റെ ഉത്തരം? ലാവ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് അറിവല്ല. നമുക്കെല്ലാ അറിവുണ്ട്, നോളജ് ഉണ്ട്. ഇത് ഇന്നതാണെന്നുണ്ട്. അത് എങ്ങനെ ഉപയോഗിക്കണം, ഇതെന്താണ്, ഇത് എങ്ങനെയാണ്, ഇത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവില്ല. ഉദാഹരണത്തിന് ഇതൊരു പേനയാണ് എന്ന് ഇതുവരെ ജുബിൻ കണ്ടിട്ടില്ല. ഞാൻ പറയുകയാണ് ഇതൊരു പേനയാണെന്ന് ജുബിനെ പഠിപ്പിക്കുക. ഇങ്ങനെ ജുബിൻ ഇത് പേനയല്ലല്ലോ, വേറെന്തോ ആണല്ലോ എന്നൊരു ഇൻറ്റേർണൽ സെർച്ച് TDS നടത്തുക അകത്തേക്ക്. ഇത് വേറെന്തോ ആണല്ലോ. അങ്ങനെ ഇരിക്കെ ജുബിൻ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു കടയിൽ കുറേ പേന ഒരു ഗ്ലാസ്സിലിട്ട് വെച്ചിരിക്കുന്നു. പെട്ടെന്ന് ആ ജുബിൻ്റെ തേടൽ പെട്ടെന്ന് ആ കടയിലേക്ക് ശ്രദ്ധ ചെല്ലുകയും ആ കടയിൽ നിൽക്കുന്ന ആളെടുത്ത്, ചേട്ടാ ഇതിൻ്റെ പേരെന്താ? ഇതിൻ്റെ പേരാണ് മാർക്കർ. അപ്പം എന്നെ അയാൾ പഠിപ്പിച്ചത് പേനയെന്നാണല്ലോ, ഇത് മാർക്കറാണല്ലോ. അതാണ് തിരിച്ചറിവ്. ഇപ്പോൾ ഈ ആധുനിക യുഗത്തിൽ സ്ത്രീകളായാലും എല്ലാവരുടെയും ഒരാളിനെ കൃത്യമായി നമുക്ക് ട്രേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ മൊബൈലിലൊന്ന് കൃത്യമായിട്ടൊന്ന് ഇത് ചെയ്താൽ മതി. ഒരാളുടെ ടോട്ടൽ ഹാബിറ്റ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ മൊബൈലാണ്. അയാളുടെ സീക്രട്ട് ലൈഫ് എന്ന് പറയുന്നത് അയാളുടെ മൊബൈലാണ്. അയാൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിനോടാണ്, ഒരു മനുഷ്യനോടല്ല. പണ്ട് കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. വീട്ടിൽ ഒരു ഒരാളിനോട് അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഹൃദയങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമായിരുന്നു. അങ്ങോട്ട് ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. ഇത് പുരുഷന്മാരെപ്പോഴും സ്വീകരിച്ചുകൊണ്ടേയിരിക്കുക, സ്ത്രീകൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. സ്ത്രീ എന്ന് പറയുന്നത് അബണ്ടൻസ് ആണ്. ഞാൻ പറയുന്നത് 10,000 പൊട്ടൻഷ്യലുള്ള 10,000 ഒരേ സമയത്ത് തന്നെ അമ്മയാകാനും ഒരേ സമയത്ത് തന്നെ ഭാര്യയാകാനും എല്ലാ തരത്തിലുള്ള കഴിവുകളുമുള്ള ഒരു വിപുലമായ ഒരു അബണ്ടൻസ് നിറഞ്ഞ ഒന്നാണ് സ്ത്രീ എന്ന് പറയുന്നത്. സ്ത്രീ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുക, പുരുഷൻ എപ്പോഴും സ്വീകരിച്ചുകൊണ്ടേയിരിക്കുക. എന്നാൽ ഇപ്പോൾ ആ സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും നടക്കുന്നില്ല. ഇപ്പോൾ കൊടുക്കുന്നത് നമ്മളുടെ ഈ ടെക്നോളജിയോടാണ്, ഫോണിനോടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ചാറ്റ് ചെയ്യുന്നത് ചാറ്റ് GPT നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലും ചാനലുകളിലൊക്കെ കണ്ടു, ചാറ്റ് GPTയോട് മരിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുക. നമ്മൾ അപ്പോൾ അത്രയ്ക്ക് ടെക്നോളജി യുഗത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സ്വകാര്യത, ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് വൈകാരികത ഇല്ലാതിരിക്കാൻ കഴിയുമോ? വികാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്യണ്ടേ? ഇന്നത്തെ പ്രശ്നം എന്താ? പല ചെറുപ്പക്കാരും പോർണോഗ്രഫിക്ക് അഡിക്റ്റാണ്. ഞാൻ പറയും ഇന്റർനെറ്റിന് അഡിക്റ്റാണ്. റിയൽ ലൈഫിൽ ഇവൻ ടോട്ടലി ഫെയിലിയർ ആണ്. അവന്റെ ആസ്വാദനം, അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന അവന്റെ ഈ സീക്രട്ട് ലൈഫ് മുഴുവൻ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന്റെ മൊബൈലിലാണ്. നമുക്ക് ടോട്ടൽ എത്ര സെൻസാ ഉള്ളത്? 5 സെൻസ് നമ്മൾ മനസ്സിലാക്കി. 5 അല്ല 15 സെൻസ് ഉണ്ട്. നമുക്ക് ഈ പറയുന്ന 5 സെൻസസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഫിസിക്കലായിട്ടുള്ള സെൻസസ് മാത്രമാണ്. അതേപോലെ തന്നെ മെന്റൽ സെൻസസ് ഉണ്ട്. വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു മെന്റൽ സെൻസ് ആണ്. മെമ്മറി, അതേപോലെ തന്നെ വിൽ പവർ, ഇൻറ്റ്യൂഷൻ, റീസൺ,
ഇങ്ങനെ 5 സെൻസസ് വേറെ ഉണ്ട്. അതുകൂടാതെ വേറെ 5 സെൻസസ് ഉണ്ട്. സ്പിരിച്വൽ സെൻസസ് ഉണ്ട്, ക്ലെയർവയൻസ്, ക്ലെയർ ഓഡിയൻസ് എന്നിങ്ങനെ ഇങ്ങനെ 15 സെൻസസ് ഉള്ളതിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ 2 മാത്രമാണ്. ഏതാണ്? വിഷ്വൽ കാണുക, കേൾക്കുക, അനുഭവിക്കുന്നില്ല. എന്നെ വിളിക്കുന്നതിൽ 90% ആളുകളും കണ്ടാസ്വാദനമല്ലാതെ റിയൽ ലൈഫിൽ യാതൊരു എനർജി ഇല്ല. വൈഫുമായിട്ട് ഇതൊരു എനർജി എക്സ്ചേഞ്ച് അല്ലേ? സെക്സ് എന്ന് പറയുന്നത് സീക്രട്ട് എനർജി എക്സ്ചേഞ്ച് എന്നാണ്. അത് നടക്കുന്നില്ല. അപ്പം അത് നടക്കാതെ വരുമ്പോൾ അസംതൃപ്തി ഉണ്ടാവും. ആ അസംതൃപ്തി നമ്മൾ ഈ പറയുന്ന ഫാമിലി കേസസിൻ്റെ എണ്ണം വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. എന്നാൽ പലരും ഇത് പുറത്ത് പറയാറില്ല. അവർ പറയും അതാണ് ഇതാണെന്നൊക്കെ പറയും. എന്നാൽ ഇതിന് പരിഹാരമുണ്ട്. ഇപ്പോൾ ഞാനൊരു പാസീവായിട്ടുള്ള ആളാണെങ്കിൽ എൻ്റെ എനർജി എന്താണ്, ഞാൻ വളരെ ക്രിയേറ്റീവ് ആണ് എന്ന് ഞാൻ ആദ്യം എന്നെ വിലയിരുത്തുക. ഞാൻ എന്നെ വിലയിരുത്തിയിട്ട് എൻ്റെ വീക്കർ പോയിന്റ് എന്താണെന്ന് അത് ഞാൻ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലേക്കുള്ള ആക്ഷൻ ഓറിയൻ്റ് ആയിട്ടുള്ള പരിപാടികൾ ഞാൻ ഡേ ടു ഡേ ലൈഫിൽ വർക്കൗട്ട് ചെയ്യണം. എന്നാൽ ആക്ഷൻ ഓറിയൻ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലോ അയാൾക്ക് പ്രോപ്പറായിട്ടുള്ള റിലാക്സേഷൻ വേണം. അയാൾ 24/7 ഇങ്ങനെ അഞ്ചലോട്ടക്കാരനെ പോലെ ഓടിയത് കൊണ്ട് കാര്യമുണ്ടോ? അയാൾ പ്രോപ്പറായിട്ടുള്ള ഹീലിംഗ്, പ്രോപ്പറായിട്ടുള്ള റിലാക്സേഷൻ, പ്രോപ്പറായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻ അയാൾക്ക് ഉണ്ടാകുമ്പോൾ അയാളുടെ ക്രിയേറ്റിവിറ്റി ഉണരും. അയാളുടെ ആനന്ദം അയാൾക്ക് അനുഭവിക്കാൻ കഴിയും, ആസ്വാദനം അനുഭവിക്കാൻ കഴിയും. ഇത് രണ്ടും ഇതൊന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്, അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ഈ പലർക്കും ഇത് അറിയുന്നില്ല. എൻ്റെ എനർജി എന്താണ്, എൻ്റെ വീക്കർ പോയിന്റ് എന്താണ് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രം. അതിനെ അറിയണമെങ്കിൽ എന്തുണ്ടാവണം? ശ്രദ്ധയുണ്ടാവണം. നമുക്ക് അറ്റൻഷൻ ഇല്ല. എനർജി എന്ന് പറയുന്നത് 3 ഫോമില: അറ്റൻഷൻ, ഇൻറ്റൻഷൻ, വിഷ്വലൈസേഷൻ, പ്രീതി. ഈ 4 കാര്യങ്ങൾ നടന്നാൽ മാത്രമേ എനർജി എക്സ്ചേഞ്ച് നടക്കുകയുള്ളൂ. ഞാൻ ഭാര്യയായിട്ട് സെക്സ് ചെയ്യുമ്പം ഞാൻ അടുത്ത വീട്ടിലെ ആളിനെ ഓർത്തിട്ടൊരു കാര്യമുണ്ടോ? ഞാനിപ്പോൾ ഈ കാര്യം പറയുമ്പോൾ അനുപമയെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ അനുപമയിലേക്ക് അറ്റൻഷൻ കൊടുക്കണ്ടേ, ശ്രദ്ധ കൊടുക്കണ്ടേ? ഇത് സംഭവിക്കുന്നത് നമ്മൾ ഈ മൊബൈലിൽ കണ്ടിട്ടുള്ള കാഴ്ചപ്പാടുകൾ വെച്ചിട്ട് ആ വിഷ്വൽസ് വെച്ചിട്ട് ആ തോട്ടിലേക്ക് ഭാര്യയെ കൊണ്ടുവരാൻ ശ്രമിച്ച കാര്യമുണ്ടോ? ഇത് മിഷൻ അല്ലല്ലോ, ഇതൊരു പച്ച മനുഷ്യനല്ലേ. അപ്പോൾ ഇതേക്കുറിച്ച് പറയുമ്പോൾ നമുക്കിപ്പം യൂഷ്വലി നേരിടുന്ന ഒരു ഏറ്റവും വലിയൊരു സംഭവമാണ് സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരിക എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞ 2 വീഡിയോസിനകത്തും നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? ഞാനൊരു കാര്യം പറയാം. പട്ടി കുരയ്ക്കുന്നത് കേട്ട് പടി തുറക്കും. അവരത് പറയട്ടെ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. ഇതൊക്കെ എടുത്ത് തലയിൽ വെച്ച് നടക്കുന്ന ആളാണോ നമ്മള്? നമുക്ക് നമ്മുടേതായ, അതാണ് ഒരാളൊരു നെഗറ്റീവ് കമന്റ് ഇട്ടാൽ അത് നമ്മുടെ മൈൻഡിനെ, നമ്മുടെ തോട്ടിനെ അത് ബാധിക്കുന്നെങ്കിൽ നമ്മൾ തോറ്റു എന്നുള്ള നമ്മുടെ കുഴപ്പമാണ്. അത് അവരുടെ കുഴപ്പമല്ല. അവർക്ക് അപ്പോൾ നമ്മളെ കൺട്രോൾ, നമ്മുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്ന് തോട്ട് നമുക്കുണ്ടാവണം. ഞാൻ ഈ പറയുന്നത്, നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ചും ഇത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്. അത് നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. ഞാനിത് പറയുമ്പോൾ പലർക്കും ഇത് ദഹിക്കാതെ വരും. നിങ്ങൾ ദഹിക്കാത്തവർ ദഹിക്കണ്ട, നിങ്ങളിത് കാണുന്നവർക്ക് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി. ഒരാൾക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്കെങ്കിലും യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് ചിന്തിക്കണമെന്നൊരു തോന്നലുണ്ടായാൽ എൻ്റെ ജീവിതം, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് പൂർണ്ണതയെത്തി, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആ വൈബ്രേഷനിൽ എനിക്കത് ഗുണമുണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മുടെ ട്രെയിനിങ് 1 മാസത്തിൽ 2 സ്ഥലത്തായിട്ട്, എറണാകുളത്തും കാലിക്കറ്റിലും ട്രിവാൻഡ്രത്തും ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഓഡിയൻസ് ആയിട്ട് വന്ന് കാണാം. അവിടെ എന്താ നടക്കുന്നത്, എങ്ങനെയാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്, അവിടെ എന്താണ് എന്ന് നിങ്ങൾ വന്ന് അനുഭവിക്കൂ, മനസ്സിലാക്കൂ. ആരെങ്കിലും പറയുന്നത് കേട്ടറിവിൻ്റെ അടിസ്ഥാനം നിങ്ങൾ ഇതിനെ വിലയിരുത്തല്ലേ? എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം പേടിയാണ്, ഫിയർ. അപ്പം നമുക്ക് ഒരാളോട് ഒരു കാര്യം പറയാനാണെങ്കിലും അല്ലെ എല്ലാത്തിനും പേടി നമ്മളെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അത് എങ്ങനെ ലാവ് കോൺഷ്യസിൽ നമുക്ക് ഉപകാരപ്പെടുത്താൻ പറ്റും? നമ്മുടെ ഈ പേടി എന്ന് പറയുന്നതും ഫോബിയ എന്ന് പറയുന്നതും ട്രോമയൊക്കെ എന്ന് പറയുന്നതും പ്രധാനമായിട്ടും നമ്മുടെ കിഡ്നി പോയിന്റിലാണ് ഇരിക്കുന്നത്. 2 എനർജി പവർ പ്ലാന്റുകളാണ് നമ്മുടെ ബോഡിയിലുള്ളത്. ഒന്ന് നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ആ പുക്കിൾക്കൊടി ബന്ധം എന്നൊക്കെ പറയും. ഹാര പോയിന്റാണ് നമ്മുടെ 1ാമത്തെ എനർജി പോയിന്റ്.
രണ്ടാമത്തെ എനർജി പവർ പ്ലാന്റ് എന്ന് രണ്ടാമത്തെ എനർജി പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയാണ്. നമ്മുടെ കിഡ്നിയിലാണ് നമ്മൾ ഈ ഭയവും ഈ ട്രോമാസും ഫോബിയയും എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ ആ കിഡ്നിയെ അവിടെ നമ്മൾ ഹീലിംഗ് നടക്കാതെ നമുക്ക് അതിൽ നിന്ന് റിക്കവർ ആവാൻ കഴിയില്ല. നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പെൽവിക് ഏരിയയെ റിലാക്സ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് റിക്കവർ ആകാൻ കഴിയും. നമ്മൾ ചെയ്യുന്നത് നിരവധി മൂവ്മെൻറ്റ്സ് ആക്ടിവിറ്റീസ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആ പാർട്ടിനെ ഫ്ലെക്സിബിൾ ആക്കാൻ കഴിയുന്ന മൂവ്മെൻറ്റ്സ് കൊണ്ട് അതിനെ റിലാക്സ് ചെയ്യിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെയുള്ള മസിലുകളാവുകയും ആ മസിലുകൾ അത് നമ്മുടെ ബ്രീത്ത് എക്സേലിലൂടെ നമ്മൾ പുറത്ത് കളഞ്ഞുകൊണ്ട് അതിൽ നിന്നും അവരെ റിക്കവർ ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന ടൂളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഫിയർ എന്ന് പറയുന്നത് ആളുകളുടെ അവരെക്കുറിച്ച് വിശ്വാസമില്ലാത്തതാണ്. യഥാർത്ഥ ഫിയർ എന്ന് പറയുന്നത് അവരുടെ റൂട്ട് പോയിന്റ്, അവർക്ക് അവരുടെ ഊർജത്തിൽ അവരിൽ ഒരു വിശ്വാസമില്ലാത്ത ആളുകളാണ് ഈ ഫിയറിന് അഡിക്റ്റ് ആവുന്നത്. പല ആളുകളും എന്നെ വിളിക്കും, എനിക്ക് മരിക്കുന്നതിനെ കുറിച്ച് ഭയമാണ്, എനിക്ക് ഇരുട്ടിനെ ഭയമാണ്, എനിക്ക് ഉയരങ്ങളെ ഭയമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം എന്നെ 29ാമത്തെ നിലയിൽ ഫ്ലാറ്റ് എടുത്തിട്ട് വിലയ്ക്ക് വാങ്ങിച്ചിട്ട് താഴത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറയും, എനിക്ക് ആ ഫ്ലാറ്റിൽ താമസിക്കാൻ കഴിയുന്നില്ല, ലിഫ്റ്റിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഉയരങ്ങളെ ഭയം, പാമ്പിനെ ഭയം, എല്ലാത്തിനെയും ഭയം, അത് അങ്ങനെ ഭയം വരുന്നത് ചെറുപ്പത്തിലെ അവരുടെ ഇമോഷനുകളെയും അവരുടെ ആ ഐഡൻറ്റിറ്റിക്ക് ഒരു വാല്യൂവും കൊടുക്കാതെ അവരെ സപ്രസ് ചെയ്ത് വളർത്തിയതാണ്. നിനക്ക് കഴിയില്ല, നീ ഒന്നും കൊള്ളരുതാത്തവനാണ്, നീ കഴിയില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു ചുറ്റുപാടിൽ വളരുന്ന ഒരു കുടുംബ അന്തരീക്ഷത്തിൽ വളരുന്ന ഒരു കുട്ടി ഉറപ്പായിട്ട് ഒരു ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയിലാണ് അവർ ഈ സമൂഹത്തെ കാണുന്നത്. അതിൽ നിന്ന് റിക്കവർ ആകാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അവരിതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇതാണ് എനിക്ക് വെള്ളത്തെ ഭയം ഉണ്ടെങ്കിൽ ഞാൻ വെള്ളത്തെ ഇഷ്ടപ്പെടണം. ഞാൻ പാമ്പിനെ ഭയം ഉണ്ടെങ്കിൽ പാമ്പ് പത്തി വിടർത്തുമ്പോൾ അതിൻ്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ കഴിയണം, അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ അതിനെ ഭയന്ന് തോടിയിട്ട് കാര്യമുണ്ടോ? ഞാൻ എപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതിനെ കീഴടക്കിയെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വീഡിയോ വന്നാൽ അത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യും. അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അർത്ഥമുള്ള ചെയ്യൂ. അതിനകത്ത് എന്താ കാര്യം ഒന്ന് നിങ്ങളൊരു ഇൻ്റർണൽ സെർച്ച് നടത്തൂ. എന്നിട്ട് അതിനകത്ത് എന്ത് ചെയ്യാൻ തരുമെന്ന് ആലോചിക്കൂ. എനിക്കിപ്പോൾ പാമ്പിനെ ഭയം ഉണ്ടെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്താൽ പാമ്പ് എൻ്റെ സുഹൃത്താണ്. പാമ്പ് ഒരിക്കലും ഒരാളെയും പാമ്പ് വെറുതെ കടിക്കില്ല. പാമ്പിനെ കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ വ്യതിയാനമാണ് ആ പാമ്പ് നമ്മളെ പാമ്പിന് തോന്നുകയാണ് അത് അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഭയക്കുകയാണ്. അപ്പോൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പാമ്പിന് പെട്ടെന്ന് ആ വൈബ്രേഷനെ അറിയാൻ കഴിയും. യഥാർത്ഥത്തിൽ അതിനെ വളരെ സ്നേഹത്തോടെ നമ്മൾ അതിനെ സമീപിച്ചാൽ അതിൽ നിന്ന് പോസിറ്റീവായ ഇത് ഉണ്ടാവും. അതേ പാമ്പുകൾ തന്നെയല്ലേ വാവാ സുരേഷ് വളരെ സ്മൂത്തായിട്ട് എടുത്ത് വളരെ കൈകാര്യം ചെയ്ത് അതിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ കാണേണ്ടത് നമ്മളിതിനെ ഭയന്നിട്ട് കാര്യമില്ല, നമ്മളതിനെ ഉൾക്കൊള്ളാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മൈൻഡിലെ ഈ പറയുന്ന നേവൽ മൈൻഡ് എന്നാണ് അതിന് പറയുന്നത്. രണ്ടാമത്തെ മൈൻഡാണ് ഹാർട്ട് മൈൻഡ്. അത് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. നമ്മുടെ ഹാർട്ടാണ്. പലർക്കും ഹാർട്ട് കണക്ഷൻ ഇല്ല. നമ്മളെപ്പോഴോ ഹാർട്ട് കണക്ഷൻ കട്ടായിപ്പോയി. നമ്മളിപ്പോൾ അനുഭവം എൻ്റെ അടുത്ത് ചോദിച്ചു, നിത്യജീവിതത്തിൽ നമ്മളിങ്ങനെ അഞ്ചലോട്ടക്കാരനെ പോലെ ജീവിതത്തിൻ്റെ ആ ഓട്ടത്തിൽ ആ മാത്സര്യം നിറഞ്ഞ ഈ ലോകത്ത് നമുക്ക് വീണ്ടും എനിക്കത് വേണം, വീട് വേണം, കാർ വേണം, എൻ്റെ ആ സുഖലോലുപത വേണമെന്നും പറഞ്ഞ് നമ്മൾ ഓടുമ്പോൾ നമ്മൾ ഡിസ്കണക്റ്റ് ആവുന്നത് നമ്മുടെ റിയൽ ഹാർട്ടാണ്. നമുക്ക് വീട്ടിൽ നമ്മൾ കുട്ടികളോട് ഹാർട്ട്ഫുള്ളായിട്ട് ഹാർട്ടിൽ കണക്ട് ചെയ്ത് സംസാരിക്കാൻ കഴിയുന്നില്ല, ഭർത്താവിനോട് സംസാരിക്കാൻ കഴിയുന്നില്ല. നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റു പല ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം ഈ ഹാർട്ടിൽ കണക്ട് ചെയ്ത് നമുക്ക് മറ്റുള്ളവരോട് ഇടപെടാനും മറ്റുള്ളവരോട് സംസാരിക്കാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും നമുക്ക് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കോൺഷ്യസ്നെസ് ഉയരും, നമ്മുടെ ബോധം ഉയരും. അപ്പോൾ നമുക്ക് എല്ലാം ആസ്വദിക്കാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. മൂന്നാമത്തെ മൈൻഡ് എന്ന് പറയുന്നത് ഒബ്സർവിങ് മൈൻഡാണ്, നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത്. ഇപ്പോൾ ആളുകൾ ഹാർട്ട് വെച്ചിട്ടല്ല കാണുന്നത്, എല്ലാം ലോജിക്കാണ് കാണുന്നത്. ഒരാളെ പരിചയപ്പെടുമ്പോൾ തന്നെ ഇയാളെ കൊണ്ട് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം സ്നേഹം പോലും പണ്ട് കാലത്ത് സ്നേഹിക്കുമ്പോൾ നമ്മൾ ഹൃദയം വെച്ചിട്ടായിരുന്നു സ്നേഹിച്ചിരുന്നത്. ഇപ്പം എല്ലാം അവൻ ഉപയോഗിക്കുന്ന കാർ ഏതാണെന്ന് നോക്കും, അവൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഏതാണെന്ന് നോക്കും, അവൻ ഇട്ടിരിക്കുന്ന ഷർട്ട് നോക്കും. അത് ലോജിക് മൈൻഡാണ്. നമ്മുടെ ഈ
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് എല്ലാം ആളുകൾ മണി മൈൻഡഡ് ആയിട്ടാണ് കാണുന്നത്, ഒബ്സർവിങ് മൈൻഡിലാണ് കാണുന്നത്, ലോജിക്കൽ മൈൻഡിലായിട്ടാണ് കാണുന്നത്. ഈ ലോജിക്കൽ മൈൻഡായി കാണുന്നത് നമ്മൾ ഈ ഹാർട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ എല്ലാത്തിനെയും ശ്രദ്ധയോടുകൂടി കാണാൻ ശ്രമിച്ചാൽ നമുക്ക് റിയൽ ലൈഫിൽ ജീവിതം ആസ്വദിക്കാൻ കഴിയും, സന്തോഷകരമായി ജീവിക്കാൻ കഴിയും.